ഉണ്ണിക്കണ്ണമംഗളം 28-ാം നാള് ഞാൻ ഇങ്ങനെ വരുമ്പോതാ. ഉണ്ണിക്കണ്ണൻ നമസ്കാരം ഏട്ടാ. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആദ്യം കാണുന്നത് അല്ലെങ്കിൽ എല്ലാവരും അറിയുന്നത് ഒരു വിജയ് ആരാധന നിലയിലാണ് അല്ലെ? വൈറലാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇതൊക്കെ ചെയ്തു തുടങ്ങി. വിജയണ്ണനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സിനിമകൾ കണ്ടിട്ടാ അല്ലെ? ഇനിയിപ്പോ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങാം, ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോ ഇഷ്ടം നഷ്ടപ്പെട്ടു. എനിക്ക് ഒരു കാര്യം കൂടെ പറയണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് തമിഴില് രജനി സാറ്, കമൽ സാറ്, പിന്നെ ചിമ്പണ്ണൻ, രാഘവ ലോറൻസ് അണ്ണൻ, സൂര്യണ്ണൻ എല്ലാവരും കൂടെ അഭിനയിക്കുന്നില്ല. മലയാളത്തെ ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, പൃഥ്വിരാജേട്ടൻ, പിന്നെ ആസിഫൊക്കെ എല്ലാവരും കൂടെ എനിക്ക് അഭിനയിക്കാം. ആ കളി വേണ്ട. സൂചി കയറ്റാൻ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. വിജയണ്ണൻ പറഞ്ഞൊരു വാക്കെടുത്തിട്ടാണ് നനച്ച വണ്ടിയെ കുറിച്ചൊരു അല്ലെ ആ ഒരു വാക്ക് പറഞ്ഞു. പക്ഷെ ഇന്ന് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. ഇതൊക്കെ എന്ത് തമിഴിൽ അങ്ങനെ പഠിച്ച ഏറ്റവും പറയാൻ ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ഏതാ ശരിക്കും? ഉസ്പേത്തനവർക്ക് ടൊമ്മണ്ണും കടുപ്പേത്തനോട് കമ്മണിരുന്ന വാഴക്ക ജമ്മെന്ന് പോക കിരിയെടുത്തൊക്കെ എവളെ വേണേയും കാണുവർക്കണം. ആனா அதை കാണാൻ തളക്കിറക്ക കൂടാതെ. ഞാൻ കുറച്ച് വിജയണ്ണന്റെ പോസ്റ്ററുകൾ കാണിക്കട്ടെ. എന്നിട്ട് അത് ഏത് സിനിമയിലെയാണെന്നുള്ളത് പറയാൻ പറ്റുമോ? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? തുള്ളാതെ മനം തുള്ളു. ബെസ്റ്റ് അല്ല, സോറി ഏട്ടാ. അടുത്ത് കാണിക്കട്ടെ. വേട്ടക്കാരൻ. முடிஞ்சா என்ன கொன்னுரு இல்லன்னு வெச்சுக்கயே நான் உன்னை கொன்றுவேன். അല്ല, പോക്കിരി. പോക്കിരി തരികിടയാണല്ലേ. ഓക്കെ, അടുത്ത്. ഈ സ്റ്റൈല് ഭയങ്കര അപൂർവ വിജയണ്ണം വന്നിട്ടുണ്ട്. കിട്ടിയോ? ഒന്നുകൂടെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഇല്ല, സുറയിലായിരുന്നു ക്യാരക്ടർ. ഇത് തലൈവാ അല്ല. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.